നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ ഓരോ കുടുംബത്തെയും പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതും ഒപ്പം ഒട്ടനവധി സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ചില നിർണായക പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് കാണുക, അതോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ സമൂഹത്തിൻ്റെ നെടുന്തൂണായ അമ്മമാർക്കും അതോടൊപ്പം തന്നെ സഹോദരിമാർക്കും പെൺകുട്ടികൾക്കും സാമ്പത്തിക സുരക്ഷിതത്വവും കൂടുതൽ കരുത്തും പകരുക എന്ന ലക്ഷ്യത്തോടെ നിരവധി വിപ്ലവകരമായിട്ടുള്ള പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മുൻപ് നിലവിലുണ്ടായിരുന്ന ജനക്ഷേമ പദ്ധതികൾ നിർത്തിവെക്കുകയല്ല, മറിച്ച് അവയെല്ലാം കൂടുതൽ ഊർജ്ജസ്വലമായി കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളോടെ തുടരുമെന്ന ഉറപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മുൻ സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ സ്കീം യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബത്തിൻ്റെ ദൈനംദിന ചിലവുകൾക്കായിട്ട് ബുദ്ധിമുട്ടുന്ന ലക്ഷക്കണക്കിന് വീട്ടമ്മമാർക്ക് വലിയൊരു ആശ്വാസമാകുന്ന ഈ പെൻഷൻ പദ്ധതിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് ആവശ്യമായ കൃത്യമായ ഫണ്ട് അലോക്കേഷൻ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഈ വരാനിരിക്കുന്ന ജൂൺ മാസം 19-ാം തീയതി അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഔദ്യോഗികമായിട്ട് ഉണ്ടാകും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ധനസഹായം കൃത്യമായി ലഭിക്കാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയോടെയും പ്രതീക്ഷയോടെയുമാണ് ഒട്ടനവധി ആളുകൾ ബജറ്റ് പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത്. എന്നാൽ ഇനി അക്കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയും വേണ്ട എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ധനവകുപ്പിൽ നിന്നും ലഭ്യമാകുന്നത്. നിലവിൽ കുടിശ്ശിക വന്നിട്ടുള്ള എല്ലാ തുകകളും ഗുണഭോക്താക്കൾക്ക് ഒന്നിച്ച് വിതരണം ചെയ്യാനുള്ള നീക്കങ്ങൾ സർക്കാർ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം വരെയുള്ള കാലയളവിലേക്ക് കൃത്യമായിട്ട് വിതരണം ചെയ്യേണ്ട മുഴുവൻ തുകയും മാറ്റിവെച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ ഈ പദ്ധതിയെ ബാധിക്കില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രതിമാസം 1000 രൂപ വീതം ലഭ്യമാകുന്ന ഈ ഒരു ധനസഹായം അത് അർഹതപ്പെട്ട എല്ലാവരുടെയും കൈകളിൽ സമയബന്ധിതമായി തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെയുള്ള മറ്റൊരു സുപ്രധാനമായ മാറ്റം അത് ഇതിൻ്റെ ഗുണഭോക്തൃ പരിധി വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നു എന്നത് തന്നെയാണ്. മുൻപ് BPL വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകിയിരുന്ന സ്ഥാനത്ത് സാധാരണക്കാരായിട്ടുള്ള APL റേഷൻ കാർഡ് ഉടമകളിൽപ്പെട്ട അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടി ഈ ഒരു പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് അവരെ ബജറ്റിലൂടെ അവസരമൊരുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനയും. വീട്ടമ്മമാർക്ക് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം നേടുന്ന നമ്മുടെ പെൺകുട്ടികൾക്കും വലിയൊരു സാമ്പത്തിക പിന്തുണയാണ് ഇപ്പോൾ സർക്കാർ ഈ മാസം മുതൽ നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. നിലവിൽ APL BPL വ്യത്യാസമില്ലാതെ കോളേജ് തലത്തിലൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം പുതിയൊരു ധനസഹായം കൂടി നൽകാനായിട്ട് സംസ്ഥാന സർക്കാർ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടുതൽ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്കോളർഷിപ്പ് ഇപ്പോൾ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ജൂൺ മാസം 19-ാം തീയതിയിലെ സംസ്ഥാന ബജറ്റിൽ ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുന്നതാണ്. നിലവിൽ വിവിധ യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളൊക്കെ തന്നെ എന്നിവയൊക്കെ റെഗുലർ മോഡിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. പഠന സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഒരു പരിധിവരെ സ്വന്തം കാലിൽ നിൽക്കാൻ വിദ്യാർത്ഥിനികളെ പ്രാപ്തരാക്കുന്ന ഒന്നായിരിക്കും ഈ ഒരു സ്കീം. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത യാതൊരുവിധ ഇടനിലക്കാരുമില്ലാതെ തുക നേരിട്ട് പെൺകുട്ടികളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും എന്നതാണ്. എല്ലാ മാസവും 1000 രൂപ വീതം ഒരു അക്കാദമിക് വർഷത്തിൽ ആകെ 10 മാസത്തേക്കായി, അതായത് പഠന കാലയളവ് മാത്രം കണക്കാക്കി ഈ തുക ലഭ്യമാകുന്നതാണ്. ഇതിനായി കോളേജുകൾ വഴിയോ പ്രത്യേകം പോർട്ടലുകൾ വഴിയോ രജിസ്റ്റർ ചെയ്യേണ്ട പ്രക്രിയകളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉടൻ ആരംഭിക്കുന്നതാണ്. വിദ്യാർത്ഥിനികളുടെ അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് കൈമാറുന്ന DBT സംവിധാനമാണ് ഇവിടെ ഇതിനായിട്ട് സർക്കാർ ഒരുക്കുന്നത്. അതിനാൽ തന്നെ അർഹരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികളും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമാണെന്നും ആധാറുമായിട്ട് അത് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും മുൻകൂട്ടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ അക്കാദമിക വർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വിദ്യാർത്ഥിനികൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമായി തുടങ്ങുമെന്നത് വലിയൊരു വിഭാഗം രക്ഷിതാക്കളുടെയും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യും. ഇനി പറയുന്നതാണ് ഈ മാസത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള മറ്റൊരു പ്രഖ്യാപനം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമുള്ള സൗജന്യ KSRTC യാത്രാ പദ്ധതി. അത് ജൂൺ മാസം 15-ാം തീയതി മുതൽ സംസ്ഥാനത്ത് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ, അതായത് 100 ദിവസത്തെ ഒരു ട്രയൽ റൺ ആയിട്ടാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള KSRTCയുടെ ഓർഡിനറി ബസ്സുകളിലായിരിക്കും ഈ 100 ദിവസ കാലയളവിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും യാത്ര പൂർണ്ണമായിട്ട് സൗജന്യമായിരിക്കുക. ദൈനംദിന ജോലികൾക്കായി യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും കോളേജ് വിദ്യാർത്ഥിനികൾക്കും തങ്ങളുടെ യാത്രാ ചിലവുകളൊക്കെ തന്നെ പൂർണ്ണമായി ലാഭിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഈ 100 ദിവസത്തെ പരീക്ഷണ സമയത്ത് സ്ത്രീ ഗുണഭോക്താക്കളുടെ കൃത്യമായ എണ്ണവും ഇതിലൂടെ സംസ്ഥാന സർക്കാരിനും KSRTCക്കും ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയും ധനവകുപ്പ് വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ലിമിറ്റഡ് സ്റ്റോപ്പ്, ഫാസ്റ്റ് പാസഞ്ചർ തുടങ്ങിയ മറ്റ് ഉയർന്ന വിഭാഗങ്ങളിലെ ബസ്സുകളിലേക്ക് കൂടി ഈ ഒരു സൗജന്യ യാത്രാ സൗകര്യം വ്യാപിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ദിര ഗ്യാരണ്ടി എന്ന പേരിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള 5 ഗ്യാരണ്ടികളിൽ ഉൾപ്പെടുത്തിയാണ് ഈ വമ്പൻ ജനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ സർക്കാർ ഇപ്പോൾ പുതുതായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകൂടം ഇതിന് ഏറ്റവും ഉയർന്ന മുൻഗണനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.
ജൂൺ 15 മുതൽ സൗജന്യ ബസ് യാത്രയും ജൂൺ 19 ബജറ്റിലൂടെ വീട്ടമ്മ പെൻഷന്റെ ഫണ്ട് വിതരണവും സ്കോളർഷിപ്പ് പ്രഖ്യാപനവും യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഇതൊരു വലിയ നാഴികക്കല്ലാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ ബജറ്റ് പ്രിപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ധനവകുപ്പ് പൂർണ്ണമായിട്ടും കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ അമ്മമാരും സഹോദരിമാരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്തെത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കൃത്യവും വിശ്വസനീയവുമായിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ, എല്ലാ സർക്കാർ അറിയിപ്പുകളും ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും തത്സമയം നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.